കൊല്ലം MLA, അതിലുപരി എല്ലാവരുടെയും സുപരിചിതനായ കണ്ണിലുണ്ണിയായ നടൻ മുകേഷ് വീണ്ടും ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, അദ്ദേഹം ഒരുപാട് ഫോൺ സംഭാഷണങ്ങൾ ആണ് അധികം വിവാദങ്ങളിൽ അകപ്പെടാറ്. വളരെ മുന്നേ നമ്മൾ കേട്ട മറ്റേ അന്തസ്സുണ്ടോടാ അന്തസ്, അത് മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ഇഷ്യൂ വരെ ഫോൺ സംഭാഷണങ്ങളിൽ അദ്ദേഹം വളരെ ദുർബലനായി പോവുകയാണ്. ഒരു നടനാണെങ്കിൽ ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ അയാളെ പേഴ്സണൽ സമയത്തൊക്കെ പേഴ്സണൽ നമ്പർക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ സംസാരിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്. കൊല്ലത്ത് 2 വട്ടം വിജയിച്ച ഒരു MLA ആണ്. അപ്പോൾ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താവുന്ന ഒരു MLA ആണ്. അപ്പോൾ നിങ്ങൾക്ക് പല കോളുകളും വരാൻ സാധ്യതയുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട് അത്രേ. അദ്ദേഹം ഗൗതം എന്ന് പറയുന്ന ഒരു പാവം യുവാവിൻ്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങി. എന്താണ് വാഗ്ദാനം കൊടുത്തത്? താങ്കൾക്ക് നല്ലൊരു ജോലി തരാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വാഗ്ദാനം കൊടുത്ത് ജോലി നൽകി. പക്ഷേ ജോലി നൽകിയിട്ട് ജോലിയൊന്നുമില്ല. ഒരു ഓഫീസ്, ഒരു കെട്ടിടം, അവിടെ വർക്കും കാര്യങ്ങളൊന്നുമില്ല, വേറൊരു സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് അയാളെ പറ്റിച്ചാണെന്ന്. അപ്പോൾ അയാളേക്ക് 5 ലക്ഷം വാങ്ങി 2-2.5 ലക്ഷം കൊണ്ട് ഒരു ബിൽഡിംഗ് വാടക എടുത്തിട്ട് അവിടെ ജോലി മാറ്റി ആളെ നിർത്തി. പക്ഷെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഈ കൊല്ലം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് നമ്മുടെ മുകേഷ് MLA പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മുകേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. മുകേഷിന്റെ വാർത്തകളും കാര്യങ്ങളും കൊടുക്കാനും ഒരു വലം കൈ ഇടം കൈ അങ്ങനെയൊക്കെ പറയാലോ, ആ രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നൊരാൾ പറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ പറ്റിക്കപ്പെട്ട ആള് ഉന്നതരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഉന്നതനുമായി സംസാരിക്കും. എങ്ങനെയെങ്കിലും അതൊന്ന് രമ്യതയിൽ എത്തിച്ചു തന്നിട്ട് നമുക്കൊരു 5 ലക്ഷം വാങ്ങി തരണേ. കാരണം ഈ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാധാരണക്കാരന് എത്രയോ വലിയ പൈസയാണ്. അവന് ഈ നറുക്കെടുപ്പില് ഈ കൂപ്പൺ നറുക്കെടുപ്പില് മറ്റേ ബെഡ്ഷീറ്റ് വാങ്ങാനും മറ്റേതും കൊടുത്തല്ല, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് നന്നായിട്ട് ദണ്ണ ഉണ്ടാവും. ആ രീതിയിൽ ആ ഒരു പാവം യുവാവ് ഒരു നടനല്ല വിളിച്ചത്, ഒരു ജനപ്രതിനിധിയായ മുകേഷ് MLA ആണ് വിളിച്ചത്. അപ്പൊ അതിനൊരു മാന്യത കാണിക്കണം മിസ്റ്റർ മുകേഷ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പദം ഒക്കെ ഒഴിവാക്കിയിട്ട് അല്ല നടനായിട്ട് ഒന്നും ആരും വിളിക്കാൻ വരില്ല. ഏതായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. അതെ, അത് അറിയാമല്ലോ. പിന്നെന്തിനാണ്, ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ സാർ, ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിനാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിലൊക്കെ കേട്ടോന്ന് അറിയാതെ. അതെ, നിർത്തിക്കോ. ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്ന് അടിച്ച് തിരുക്കുന്നില്ലേ സാർ? ഞാൻ അങ്ങനെയല്ല സാർ, വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഗാകൃഷ്ണൻ സുഹൃത്താ? ഞാന് വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ചു ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ചു കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. ശരിക്കും ഈ പാവം ഗൗതം എന്ന് പറയുന്ന യുവാവ് ശരിക്കും മുകേഷ് MLA ആണോ വിളിച്ചത്, അതോ ഒരു 3rd grade ഗുണ്ടയാണോ വിളിച്ചത്? സാറിന് ഒരു ഗുണ്ടകളൊക്കെയാണ് ഇങ്ങനെ പറയാ.
നീ ജീവിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും ജീവിക്കുന്നു. അതായത് ഇവിടുന്ന് പോയിട്ട് പരലോകത്ത് ജീവിക്കുന്നു. തട്ടിക്കളയുന്നാണ് അറിയാതെ പറഞ്ഞത്. പിന്നെ എന്താണ്, എൻ്റെ ഫോൺ എപ്പോഴും സൈബറുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ വീട്ടിൽ വന്ന് പൊക്കും, അടിക്കും. എൻ്റെ മേഴ്സിയിൽ, എൻ്റെ ഒരു ദയയിലാണ് ചിലപ്പോൾ ഞാൻ പറയും അറിയാതെ വിളിച്ചാന്ന് പറയും, വേഗം വിട്ടോ എന്ന്. മിസ്റ്റർ മുകേഷ്, താങ്കൾ ആദ്യം അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടോ. അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ തിരിച്ചടിക്കാൻ പാടില്ല. താങ്കളൊരു MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ? താങ്കൾക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന്, മണ്ഡലം നോക്കിയൊന്നും ആരും വിളിക്കുന്നില്ല. മണ്ഡലം നോക്കിയിട്ടുള്ള കേസല്ലത്. ആ പാവം യുവാവിൻ്റെ 5 ലക്ഷം രൂപ, താങ്കൾ സിനിമയിലും മറ്റുമൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് വലിയ പൈസ ആവില്ല അത്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരു 5 ലക്ഷം രൂപ അതൊരു വലിയ പൈസ തന്നെയാണ് മിസ്റ്റർ മുകേഷ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ ആ 5 ലക്ഷം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ന്യൂസിലൊക്കെ കണ്ടതാണ് ഈ രാധാകൃഷ്ണൻ താങ്കളുടെ കൂടെ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ താങ്കളുടെ സുഹൃത്താന്ന് വിചാരിച്ചു. ഇനി പോട്ടെ, ആ ഇലക്ഷൻ സമയത്ത് താങ്കളുടെ കൂടെ വന്നതാണ്, ഓക്കെ, താങ്കളുടെ സുഹൃത്താവില്ല. ഇപ്പൊ താങ്കളുടെ സുഹൃത്താണെങ്കിലും അയാൾ ചെയ്ത തെറ്റിന് താങ്കൾ കുറ്റക്കാരനാണെന്നും ഇവിടെ ഒരു മാധ്യമങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ ഫസ്റ്റ് അയാൾ ആ സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യം ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്കത, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ജനപ്രതിനിധി ആവണമെന്നൊന്നുമില്ല. ഒരു നടനല്ലേ നിങ്ങൾ, സമൂഹത്തിലൊരു പ്രതിബദ്ധത ഇല്ലേ, നടനെന്ന രീതിയിൽ. അതിനേക്കാൾ ഉപരി ഒരു ജനപ്രതിനിധിയും. അപ്പൊ എത്രത്തോളം വേണം നിങ്ങൾക്ക് പ്രതിബദ്ധത? അത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ലെവലിലാണ് താങ്കളുടെ സംസാരം. മുന്നത്തെ അന്തസ് അതൊക്കെ പോട്ടെ, കാരണം നിങ്ങളുടെ രാത്രി സമയത്ത് ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ സംസാരിച്ചതാണത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സംസാരിക്കാം, അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സംസാരിക്കാം. പക്ഷെ ഇതങ്ങനല്ലല്ലോ. ആ യുവാവ് വേറെ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടൊന്നും കിട്ടാതെ താങ്കളുടെ ഒരു സാന്നിധ്യത്തിൽ, ഒരു രമ്യതയിൽ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ താങ്കൾക്ക് പറയാൻ താങ്കൾക്ക് അറിയില്ല, ആ സമയത്ത് വന്നതാണ്, എനിക്ക് പേഴ്സണലി ആളെ അറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് ന്യൂസ് എന്താണ്, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും കേൾക്കാത്ത ഒരു ഗുണ്ടാ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? നിങ്ങളെ ജയിപ്പിച്ച ഞങ്ങളല്ലേ, ഈ ജനങ്ങളല്ലേ? ജനങ്ങളുടെ സേവകരാണ് നിങ്ങൾ. MLA-മാരായാലും മന്ത്രിമാരായാലും ജനങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ളവരല്ല നിങ്ങൾ. അതിനു വേണ്ടിയല്ല നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ 5 ലക്ഷം രൂപ ഒരാൾക്ക് വെറുതെ എടുത്തു കൊടുക്കുകയാണോ, ചിന്തിച്ചില്ലേന്നൊക്കെ. സംഭവം നമ്മളെപ്പോലെ ഉള്ള അതിബുദ്ധിമാന്മാരൊന്നും ആവില്ല. നിഷ്കളങ്കനായിരിക്കും. നിഷ്കളങ്കരും ഇല്ലേ? നിഷ്കളങ്കരായുള്ള ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുക. എന്തിന് ബുദ്ധിമാന്മാരെ വരെ പറ്റിച്ചില്ലേ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ. എന്നിട്ടാണോ ഇത്? ഇയാൾക്ക് ഇതിന് മുന്നേ ഇയാൾ അറിയാം. ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇയാളെ വീട്ടിൽ വരികയും അങ്ങനെ ബന്ധം സ്ഥാപിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പറയാനത്രേ, നീ ഡിഗ്രി നിന്റെ പഠനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ജോലി തരാന്ന്. അപ്പൊ എങ്ങനെയായാലും ഒരു നിഷ്കളങ്കനായ യുവാവ് അതിൽ പറ്റിക്കപ്പെട്ടു. അത് കഴിഞ്ഞു പോയി, ആ 5 ലക്ഷം കൊടുത്തുപോയി. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷ് MLA വിളിച്ചത്. അവിടുന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ വിളിച്ചത്. അപ്പോഴോ ഭീഷണി, എന്താന്ന് സംഭവം പോലും ചോദിക്കാതെ ഭീഷണി, തട്ടിക്കളയും, നീ ഇവിടെ അല്ല ജീവിക്കുക, നീ വേറെ ഓടത്താവും ജീവിക്കുക, പോലീസ് വന്ന് വീട്ടിൽ കയറി അടിക്കും. അപ്പൊ ഒരു സാധാരണക്കാരൻ പേടിച്ചു പോയി. ഓക്കെ എന്നിട്ട് അയാളെ പാവം സാധു കട്ട് ചെയ്ത് കോള്. ഇതാണ് മുകേഷ് MLA-യുടെ, ജനപ്രതിനിധിയായ മുകേഷ് MLA-യുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, ജനങ്ങളോടുള്ള, സമൂഹത്തോടുള്ള പ്രതിബദ്ധത അല്ലേ? ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്.